നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ ചാനൽ NNR-STR സ്കൂൾ ഓഫ് വിസ്ഡം. ഈ ചാനലിൽ നമ്മൾ സത്യത്തെക്കുറിച്ച് ഉള്ള ഡിസ്കഷൻസാണ് ഇതിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പല ചർച്ചകളും പുസ്തകങ്ങളുടെ സഹായമില്ലാതെയാണ് പറഞ്ഞേക്കുന്നത്. പ്രിപ്പയർ ചെയ്തിട്ടുള്ളതല്ല, ഒരു ടോക്കും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഇനി ഏതെങ്കിലും ബുക്കിലൂടെയാണ് വായിക്കുന്നതെങ്കിൽ ആ ബുക്ക് വായിച്ചിട്ട് പറയുന്ന എക്സ്പ്ലനേഷനും നമ്മളൊരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിലൊക്കെ എഴുതി കൊണ്ടുപോയി വായിക്കുന്ന കണക്കല്ല. അപ്പോൾ അത് വെറും ഒരു എക്സ്പ്രഷനാണ്. അതിൽ പറയുന്നതിൽ തെറ്റുണ്ടാവാം. ഇപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. ചിലരെന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലല്ല, കുറേ ദിവസങ്ങളിലായിട്ടൊക്കെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും കണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം. ഈ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന തിരുവനന്തപുരത്തു നിന്നാണ്. അപ്പം ഈ കഴിഞ്ഞൊരു 50 വർഷത്തിനിടയ്ക്ക് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ക്രൗഡ് പുള്ള് ചെയ്തത്, അല്ലെങ്കിലൊരു ആത്മീയ പ്രഭാഷണത്തിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആകർഷിച്ചത് ആരാണെന്നുള്ള എൻ്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയത് പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാറാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. തിയോസഫിക്കൽ സൊസൈറ്റി തിരുവനന്തപുരത്ത് മെയിൻ റെയിൽവേ സ്റ്റേഷനടുത്താണ്. ചെന്തിട്ടെന്നൊരു അമ്പലമുണ്ട്, അതിനടുത്താണ്. ഇത് 100-125 വർഷം പഴക്കമായിട്ടുള്ളതാണ്. അവിടെ ആ ഹാളിൽ ഹാള് തികഞ്ഞിട്ട് പുറത്ത് നിന്ന് കേൾക്കുമെന്നാണ് പറയുന്നത്. അപ്പം അത്രത്തോളം ക്രൗഡിനെ പുള്ള് ചെയ്ത പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാറിനെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ യൂട്യൂബൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ കാലത്ത് സാറിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം CD-യിലാക്കിയിരുന്നു. ഞാൻ യൂട്യൂബിലൊക്കെ വരുന്നതിന് മുമ്പ് ഈ പ്രഭാഷണങ്ങൾ കേട്ടിരുന്നു. ഇപ്പോൾ യൂട്യൂബിലത് ആർക്ക് വേണമെങ്കിലും കേൾക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, തിരുവനന്തപുരത്ത് നമുക്ക് അങ്ങനെ പറയാൻ, മലയാളത്തിൽ പ്രഭാഷണം നടത്തുന്നതിൽ പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാറിനെ പറയാനുള്ളൂ. ബാക്കി പച്ച മലയാളത്തിൽ വലിയ ജാടകളോ വലിയ വേദികളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പൈസയും വാങ്ങിക്കാതെ പ്രഭാഷണം നടത്തിയ പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാർ. മറ്റാരും ഉള്ളതായിട്ട് എൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് ഞാൻ കറക്റ്റ് ചെയ്യാം. അപ്പം ഈ സാറിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം, സാർ ഏത് പുസ്തകം പറഞ്ഞാലും, വാസിഷ്ഠം പറഞ്ഞാലും ശരി, ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി പറഞ്ഞാലും, സാറിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം, ഇപ്പം എൻ്റെ റീഡിങ് എല്ലാം ഇംഗ്ലീഷാണ്. അപ്പം ഞാൻ മലയാളത്തിൽ കേൾക്കുന്ന സാറിൻ്റെ പ്രഭാഷണമാണ്. ഇതിൽ സാറ് നിരന്തരം പറയുന്ന 3-4 വാക്കേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ ജിത്തു കൃഷ്ണമൂർത്തിയെക്കുറിച്ച് പറഞ്ഞാലും ആകെ ഒരു കണ്ടീഷൻ മൈൻഡ്, സെപ്പറേഷൻ, കോൺഫ്ലിക്റ്റ്, ചോയ്സ്ലെസ് അവയർനെസ്, വയലൻസ് ഇസ് ഇൻസൈഡ്, ഫ്രീഡം ഫ്രം നോൺ, ഇത്രയേ ഉള്ളൂ. സാറിൻ്റെ പ്രഭാഷണത്തിൽ സാറ് നിരന്തരം പറയുന്ന 2 വാക്കേ ഉള്ളൂ: ജഡവും ബോധവും. ജഡവും ബോധവും എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ റിയൽ, അൺറിയൽ, പരാപര എന്ന് പറയും. പിന്നെ സാറ് പറയുന്നത് വേർതിരിവിനെ കുറിച്ചാണ് പറയുന്നത്. സെപ്പറേഷൻ, 2 കണ്ടാൽ ഇണ്ടലുണ്ടാവുന്നുള്ളത്. പിന്നെ എന്താണ് ദുഃഖം? നാമരൂപങ്ങൾക്ക് പുറകിൽ പോകുന്നതാണ്. ഇതാണ് സാറിൻ്റെ എല്ലാ ടോക്കിലും ഉള്ളത്. സാറിൻ്റെ ശ്ലോകം വായിക്കും, ആ ശ്ലോകത്തിൻ്റെ അർത്ഥം, സാർ മലയാള പണ്ഡിതനും സംസ്കൃതമൊക്കെ ആയതുകൊണ്ട് സാറത് ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ വായിക്കുന്ന കണക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് സാറ് പറയുന്ന എക്സ്പ്ലനേഷൻ എല്ലാം ഒന്നാണ്. അപ്പം ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഷേക്സ്പിയർ എല്ലാ ഇതിലും പറഞ്ഞിരിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പം ജിത്തു കൃഷ്ണമൂർത്തിയും പറഞ്ഞിരിക്കുന്ന ഒന്നാണ്. പല പ്രഭാഷണങ്ങളാണെങ്കിലും എസൻസ് ഒന്നാണ്. ഞാൻ ഇന്ന് പറയാൻ വരുന്നത്,
ഈ പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ജീവചരിത്രം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തു. അപ്പോൾ എനിക്ക് ആ ബുക്ക് ഒരാൾ തരികയായിരുന്നു. ഈ പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ഡിവോട്ടീസ് ഉണ്ട് തിരുവനന്തപുരത്ത്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പോഴും സാറിൻ്റെ ഓർമ്മ ദിവസം ആഘോഷിക്കുന്നുണ്ട്. സാർ ആഘോഷിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വായിച്ചു വന്നപ്പോൾ ഞാനൊരു സ്ഥലത്ത് കണ്ടത്, സാറ് പറയുന്നത്, നിങ്ങൾ റോഡിലൂടെ നടന്നു വരുമ്പോൾ 2 പേര് തമ്മിൽ അവിടെ വഴക്ക് നടക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇടപെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇടപെടണ്ട. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വായിച്ചപ്പം പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാറ് ജീവിച്ചിരിപ്പില്ല. പിന്നെ ഈ സംശയം ആരുടെടുത്തെന്ന് ചോദിക്കും. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് എഴുതിയ ഗ്രന്ഥകർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അഡ്രസ്സൊക്കെ അന്വേഷിച്ചു, പോയി കണ്ട് ചോദിച്ചപ്പം സാറെന്ന് അങ്ങനെ പറഞ്ഞു എഴുതിയെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. പിന്നെ ഇവരുടെ ഡിവോട്ടീസ് എന്ന് അവകാശപ്പെടുന്ന പലരോടും ചോദിച്ചു നോക്കി, ആരും മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പം ഞാനിത് എന്തിനാണ് ഇവിടെ പറയുന്നത് പറഞ്ഞാൽ, ഈ പല ഓർഗനൈസേഷനിലും ഇനി ഓർഗനൈസേഷൻ ആത്മീയത മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഓർഗനൈസേഷനിലും ഈ എന്താണ് പറയുന്നത്, പല കാര്യങ്ങളും നിയമപരമായും നിയമപരമല്ലാത്തതുമായിട്ടുള്ള, അല്ലെങ്കിൽ എത്തിക്സ് ഇല്ലാത്തുള്ള പല കാര്യങ്ങളും. ഇത് 2 രീതിയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എല്ലാം നിയമപരമാണോ? നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുമോ? നമ്മുടെ വീട്ടിൽ നടക്കുമോ? 2 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികളെ ഒരേപോലെയാണോ വീട്ടിൽ ട്രീറ്റ് ചെയ്യുന്നത്? ഒരു ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികളെയും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ആർട്ടിക്കിൾ 14 അനുസരിച്ച് ഇക്വാളിറ്റിയുടെ വയലേഷനാണെന്ന് പറഞ്ഞാൽ ഒരു കേസ് കൊടുക്കുമോ? അപ്പോൾ എല്ലാ ഓർഗനൈസേഷനും നമ്മുടെ വീടിൻ്റെ എക്സ്റ്റൻഷനാണ്. ഇനി നമ്മുടെ വീട്ടിലെല്ലാവരും നമുക്കെതിരാണ്. നമ്മൾ വീട് വിട്ട് പോകുമോ? പോകുന്നവർ കാണുമായിരിക്കും. ഞാൻ പറയാൻ വരുന്നത്, ഈ ആത്മീയത പഠിക്കാതെ ഇത് പ്രാക്ടീസ് ചെയ്യാനല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ട്. അതൊരു സോഷ്യൽ സർവീസ് ആയിക്കോട്ടെ, അമ്പലമായിക്കോട്ടെ, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാതെ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം എന്താണ്? അറിവ് പകരുക. ശരിക്കും ദാരിദ്ര്യം ഉണ്ടോ? ലോകത്തൊരു ദിവസം 5000 പേര് മരിക്കുന്നുണ്ട് പട്ടിണി കാരണം. ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ഈ ദാരിദ്ര്യം എവിടെയാണ്? ദാരിദ്ര്യം ആരെയും കൊടുക്കുന്നതാണോ? ഓരോരുത്തർ ചോദിച്ചു വാങ്ങിക്കുന്നതാണ്. ഇന്ന് കേരളത്തിലാണെങ്കിൽ സ്ഥലമില്ലാത്ത സർക്കാർ കൊടുക്കും, ഭക്ഷണം റേഷൻ കടയിൽ നിന്ന് കിട്ടും. എന്ത് ചെറിയ തൊഴിലെടുത്താലും ഏറ്റവും ചെറിയ ശമ്പളം ഇവിടെ 1000-1200 ബംഗാളിക്ക് 800 രൂപയാണ്. ഇവിടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ആരുമില്ലാത്ത ആൾക്കാർ, ഒരാരോഗ്യമില്ലാത്ത ആൾക്കാർ, അവർ ഈ ദാരിദ്ര്യം ഗ്രൂപ്പിലല്ല വരേണ്ടത്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ലോകത്തെ എല്ലാ ഗവൺമെൻറ്റുകളും അവരെ ഫ്രീ ആയിട്ട് തന്നെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതിനുള്ള മന്ദിരങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഇപ്പം ഈ ദാരിദ്ര്യം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ദാരിദ്ര്യമുണ്ട്. ദാരിദ്ര്യം നമ്മുടെ മനസ്സിലാണ്. ദാരിദ്ര്യം നമ്മുടെയൊക്കെ മനസ്സിലാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയമായി പ്രോഗ്രസ് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ദാരിദ്ര്യം? അറിവിൻ്റെ ദാരിദ്ര്യമാണ്. അറിവിൻ്റെ ദാരിദ്ര്യം. അറിവിലേക്ക്, യഥാർത്ഥ അറിവിലേക്ക് കടക്കുമ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന? സത്യമാണ്. സർവമായി വ്യാപിച്ചിരിക്കുന്നു, എല്ലാത്തിലും ഞാനാണ്, എന്നാൽ എല്ലാം ഞാനല്ല എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ കണക്ക് ഒരാൾക്ക് അറിവില്ലെങ്കിൽ അയാൾക്കറിയത്തില്ല അയാൾ ദൈവമാണെന്ന്. എനിക്കറിയാം ഞാൻ ദൈവമാണ്, പക്ഷേ നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ ദൈവമാണെന്ന്.
അതുകൊണ്ട് നിങ്ങൾ എന്നെ അന്വേഷിച്ച് വരുന്നു. ഞാൻ പറഞ്ഞതല്ല, സത്യസായി ബാബ അവിടെ എഴുതിയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ എല്ലാവരും പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യമാണെന്ന്. ഈ സത്യസായിയുടെ അവിടെ ചെന്ന് അവരുടെ ഡിവോട്ടീസ് ആരെങ്കിലും ഇന്ന് വരെ അവർക്കെതിരെ കൊടി പിടിച്ചിട്ടുണ്ടോ? അമൃതാനന്ദമയുടെ ഡിവോട്ടീസ് ആരെങ്കിലും കൊടി പിടിച്ചിട്ടുണ്ടോ? അവരുടെ ഡിവോട്ടീസ് എന്ന് പറഞ്ഞാൽ മരിക്കാൻ തയ്യാറുള്ളവരാണ് ഓരോരുത്തരും. അതാണൊരു ട്രൂ ഡിവോട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഓർഗനൈസേഷനിലും ആൾക്കാർ അതിനുള്ളവർ ഉണ്ട്, വളരെ ചുരുക്കം പേരാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി EMS ഒരു പേര് കേൾക്കാം, BS എന്നൊരു പേര് കേൾക്കാം, അങ്ങനെ പല പേരുകളും കേൾക്കാം. യഥാർത്ഥത്തിലുള്ളവർ, ഇതിന് എതിർവശം, ഇതിന് നേരെ ഓപ്പോസിറ്റുള്ളവരുണ്ട്. ഇവിടെ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യണം, അതാണ് ചോദ്യം. അതിനാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ആ പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാറ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? ഇത് ഞാൻ വർഷങ്ങളായിട്ട് കൊണ്ടു നടന്ന് ഞാൻ തന്നെ ഉത്തരം കണ്ടെത്തി. അതേ നിവൃത്തിയുള്ളൂ. ഈ ചാനലിൽ ഞാൻ തന്നെ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ തന്നെ ഉത്തരം കണ്ടെത്തുക. കാര്യം എനിക്ക് ബാക്കിയുള്ളവർ പറയുന്ന ഉത്തരം കൺവിൻസിങ് അല്ല. ഈ പലരും വഴക്കൂടുമ്പം ഞാൻ ഇവരോട് ചോദിക്കും, ഇങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, അത് തിയറി വേറെയാണ്, പ്രാക്ടീസ് വേറെയാണ്. എന്നുവെച്ചാൽ നമ്മൾ യുദ്ധം കൂടണമെന്ന് ശരിയായിരിക്കാം. അപ്പം നമുക്കെന്തായാലും ഇതെന്താണ് ഈ ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആക്ഷൻ ഇൻ ഇനാക്ഷൻ, ഇനാക്ഷൻ ഇൻ ആക്ഷൻ. ഇത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തിലും പറഞ്ഞിട്ടുണ്ട്. കാര്യം ഭഗവത്ഗീത ഉപനിഷത്തിൻ്റെ സാരമാണ്. 100ഓളം ഉപനിഷത്ത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഗൈഡൊക്കെ വായിക്കുന്നത് പോലെയാണ് ഭഗവത്ഗീത വായിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ആക്ഷൻ, പ്രവൃത്തി ചെയ്യുന്നതിലും നിങ്ങൾക്ക് ഇനാക്റ്റീവായിട്ടിരിക്കാം. അതെന്താ? മഹാത്മാഗാന്ധിജി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി ആക്ഷൻ എടുത്തു. എന്നിട്ട് എന്തായി? അതിനുശേഷം സ്ഥാനമാനങ്ങൾ വല്ലതും ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. മഹാത്മാഗാന്ധി അതിന് മുമ്പ് എങ്ങനെയായിരുന്നു, അതിനുശേഷം ഒന്ന് തന്നെയാണ്. അതാണ് നിഷ്കാമം എന്ന് പറയുന്നത്. സെൽഫ്ലെസ്. നിങ്ങളെന്തും ചെയ്തോ ഒരു ഓർഗനൈസേഷന് വേണ്ടി. പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ സാർ പറയുന്നുണ്ട്, എന്നെ സംസാരിക്കാൻ വിളിക്കാറുണ്ട്. ഇവിടെ വരുമ്പോൾ മൈക്ക് തന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചാലും കുഴപ്പമില്ല, സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതാണ് നിഷ്കാമം, അതാണ് നിഷ്കാമം. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ സൃഷ്ടാവിനെ പോലെ ഒരു സംഘടന, രാഷ്ട്രീയ സംഘടന, പൊതുസേവ സംഘടന, അമ്പലം, ഇതിങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ പറയുകയാണ്. നമ്മളാരാണ് തീരുമാനിക്കാൻ? നമ്മളും അവരും രണ്ടാണോ? അത് സെപ്പറേഷനല്ലേ? അദ്വൈതത്തിൽ നിന്നുകൊണ്ട് ഈ പരിപാടികൾക്ക് ഇറങ്ങിയാൽ എന്ത് സംഭവിക്കാനാണ്? ഞാൻ പറയുന്ന സത്യം അദ്വൈതമാണ്. അത് ജിദ്ദകൃഷ്ണമൂർത്തി പറഞ്ഞാലും രമണ മഹർഷി പറഞ്ഞാലും ഇനി ഞാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും, വേദം പറഞ്ഞാലും ഉപനിഷത്ത് പറഞ്ഞാലും പുരാണം പറഞ്ഞാലും ഇതാണ് എസെൻസ്. അപ്പം ഈ റോഡിൽ കിടന്ന് പിള്ളേർ തല്ലുകൂടുന്ന കണ്ടിട്ടില്ല ആൾക്കാർ? ചില തെണ്ടി പിള്ളേർ തല്ലുകൂടുന്നതാണ്. അങ്ങനെ തല്ലുകൂടണോ? നമ്മൾ തല്ലുകൂടിക്കോളും, കുഴപ്പമില്ല. പക്ഷേ യഥാർത്ഥ സത്യം അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തല്ലുകൂടാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. രണ്ടായി കണ്ടാൽ ഇണ്ടലുണ്ടാവും. തല്ലുണ്ടാക്കണമെങ്കിൽ രണ്ടായി കാണണ്ടേ? അപ്പം ഒന്നുകിൽ ഈ ശാസ്ത്രം ഈ അടി കൂടുന്നവർക്ക് മനസ്സിലായിട്ടില്ല, അതല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് അവർ TV ചർച്ചയിലൊക്കെ ചിലർ വന്ന് സംസാരിക്കുന്ന കണക്ക് അവർ പറയുന്നത് ഇത് മഹാഭാരതം യുദ്ധമാണ്, അനീതിക്കെതിരെ പോരാടണമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിലെന്താ പറഞ്ഞത്? ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ ഉള്ളിലുള്ള വാസന അനുസരിച്ച് നീ യുദ്ധം ചെയ്യുന്നതാണ് പറഞ്ഞത്. ആ വാസന എടുത്ത് കളയാനാണ് പറഞ്ഞത്, അല്ല വാസന വളർത്താനല്ല.
അപ്പം ഞാൻ പറയാൻ വരുന്നൊരു കാര്യം, വഴക്ക് കൂടുന്നവർ വഴക്ക് കൂടട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. നമ്മൾ സത്യത്തെ തിരിഞ്ഞറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴക്ക് കൂടാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ ആമ തല വെളിയിലിടുന്നത് പോലെയാണ്. അത് ചെയ്യണോ? ചെയ്താൽ ഇതിൽ നിന്ന് പുറത്തു പോകും, ഇന്ദ്രിയങ്ങളിലേക്ക് പോകും. ഇന്ദ്രിയങ്ങളിലേക്ക് പോയാൽ കർമ്മസിദ്ധാന്തം ഉണ്ടാവും. ജന്മജന്മാന്തരം ഇനിയും ജനിച്ച് വഴക്കുകൂടി അടികൂടി കോംപ്രമൈസ് ചെയ്ത് പോകണം. ഇത് ഈഗോ ആണ്. ഞാൻ എന്ന ഭാവം. എന്നോടൊരാൾ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, എന്നോടിങ്ങനെ ചെയ്യാൻ പാടില്ല, ഇവിടുത്തെ നിയമം അനുസരിച്ച് കാര്യങ്ങൾ നടക്കാവും, ഭരണഘടന അനുസരിച്ച് നടക്കാവും. ഇതെവിടെ പറഞ്ഞിരിക്കുന്നത്? ആത്മീയതയിൽ നിയമവും ഭരണഘടനയും ഉണ്ടോ? അവിടെ നീതി മാത്രമേ ഉള്ളൂ. എന്താണ് അവിടുത്തെ നീതി? എന്താണ് നമ്മുടെ കടമ? എന്താണ് റെസ്പോൺസിബിലിറ്റി? അഡ്വക്കേറ്റ് ഓഫ് മാസ്റ്റർ, തിയോസഫിയുടെ അഡ്വക്കേറ്റ് ഓഫ് മാസ്റ്റർ എന്താ പറയുന്നത്? The greatest thing is to feed the soul of another person. Anyone can help another by giving money. ആർക്ക് വേണമെങ്കിലും പൈസയോ ഭക്ഷണമോ കൊടുക്കാം. പക്ഷേ അറിവ് പകരുക എന്നുള്ളതാണ് എല്ലാ റിലീജിയസ് ഓർഗനൈസേഷൻ്റെയും കടമ. ഭാഗവത്തിൽ എഴുതിയിട്ടുണ്ട്, എല്ലാവരുടെയും കടമയാണ് ഒരു അമ്പലം പണിയണം, അവിടെ ലൈബ്രറി വേണം. അറിവാണ് പ്രധാനം. അറിവല്ലാതെ ഇവിടെ ഒന്നും പ്രധാനമില്ല. വ്യക്തികളെ ഇല്ല. ഇനി അറിവ് പകർന്നാലും അത് ദ്വൈതമാണ്. അദ്വൈതത്തിൽ വാക്കുകളുടെ ആവശ്യമില്ല. രമണ മഹർഷി എന്തെങ്കിലും ചെയ്തു അവിടെ നിന്നുണ്ട്, ചെയ്തു. അതാണ് ആക്ഷൻ ഇൻ ഇനാക്ഷൻ. ഒന്നും ചെയ്യാതെ തന്നെ ചെയ്തു. മഹാത്മാഗാന്ധിജി പോരാടി ചെയ്തു. രണ്ടും ശരിയാണോ? ശരിയാണ്. എപ്പോഴാണ്? ഫലം ഇച്ഛിക്കാതെ ഒരു പുഷ്പം എങ്ങനെയാണോ അതിൻ്റെ തേൻ വരുന്ന ഏത് തേനീച്ചയ്ക്കും കൊടുക്കുന്നത്, അതിൻ്റെ സൗന്ദര്യം ആർക്കും ആസ്വദിക്കാം. ഇതൊക്കെ പലതവണ കേട്ടാലും, പല കവിതയിൽ കേട്ടാലും, പാട്ട് കേട്ടാലും ഒക്കെ നല്ല രസമാണ്. പക്ഷേ ഇവരിത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഇവർ ഈ ക്ലാസ് മുറിയിൽ പഠിക്കാത്ത കുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്. ഇവർ പഠിക്കത്തുമില്ല, പഠിക്കുന്ന കുട്ടികളെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച്, ഇത് വാൾമുനയിൽ യാത്ര ചെയ്യുന്ന പോലെയാണ്, ഈ ചുണ്ടയിൽ നമ്മൾ ചെന്ന് വീഴരുത്. വീഴാൻ വെളിച്ചത്തിൽ ചെന്ന് വീഴുന്നതാണ്. കസ്തൂരിമാൻ അതിൻ്റെ കൊമ്പിലുള്ള ഇതിനെ അവിടെ നിർത്തിയിട്ട് അന്വേഷിച്ച് പുറത്തു പോകരുത്. ഇനിയും ചൂണ്ടയിൽ പിടിക്കുന്ന കണക്ക് പിടിക്കരുത്. ആനയെ കണ്ട് ആനയെ ആകർഷിക്കുന്ന പിടിയാന കോൺസെപ്റ്റിലേക്ക് ചെല്ലരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാൻ വർഷങ്ങളായിട്ട് അന്വേഷിക്കുകയും ഞാൻ ഇതിൽ നിന്ന് ഇന്ന് വരെയും ശ്രമിച്ചിട്ട് ഈ ചൂണ്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി ടോക്സ് ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഫോർവേഡ് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റൂ. ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. പിന്നെ ഈ ഉദാഹരണങ്ങൾ പറയുന്നത് നമ്മൾ ഡേ ടു ഡേ ഉദാഹരണങ്ങൾ വെച്ച് പറയുമ്പോഴേ ഇതിന് പ്രസക്തിയുള്ളൂ. ഓക്കെ, താങ്ക് യു.